കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവായനയിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 25 അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനേ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളിയിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തിലേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരൻ എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വർഷത്തെ പറ്റിയാണ് വചനം പറയുന്നത്. 7 സാബത്തുകൾ, 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷം. ആ 49 വർഷങ്ങൾ കഴിഞ്ഞ അടുത്ത വർഷം അതൊരു വിശുദ്ധീകരിക്കപ്പെട്ട വർഷമാണ്. അത് ജൂബിലി വർഷമാണ്. 50-ാമത്തെ വർഷം അത് പ്രധാനപ്പെട്ടതാണ് എന്ന് വചനം ഓർപ്പിക്കുന്നു. 50 വർഷക്കാലങ്ങൾ ഒരു നിയോഗത്തിലൂടെ ദൈവം വിളിച്ചതിൻ്റെ ഓർമ്മയും ദൈവം വിളിച്ചതിനെ പറ്റിയുള്ള കൃതജ്ഞതയുമൊക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു സമയം. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം ആയിരിക്കുമെന്നും അത് നമ്മുടെ ജൂബിലി വർഷമായിരിക്കുമെന്നും വചനം പറയുന്നു. ഓരോരുത്തർക്കും ആ സമയത്ത് തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. ആരെങ്കിലും വസ്തുവോ മറ്റ് സ്ഥലങ്ങളോ ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈട് വാങ്ങിച്ചയാൾ തിരികെ നൽകേണ്ട, എല്ലാവർക്കും സ്വാതന്ത്ര്യവും സന്തോഷവും ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വർഷമായിട്ടാണ് ഈ ജൂബിലി വർഷത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷമാണ്. ഈ വർഷത്തിലാണ് എല്ലാ അടിമകളും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്. വലിയൊരു ആത്മീയ അർത്ഥത്തിൽ വേണം നാം ഇതിനെ കാണുവാനായിട്ട്. പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും പൈശാചിക തിന്മകളുമെല്ലാം അകന്ന് മാറേണ്ട ഒരു ദിവസമാണിത്. അത് ജൂബിലി വർഷമായതുകൊണ്ട് അതേറെ വിശുദ്ധമായിരിക്കണമെന്നും വചനം ഓർപ്പിക്കുന്നു. ആ ജൂബിലി വർഷം ആചരിക്കുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും നമുക്ക് സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്, അല്ലെങ്കിൽ വർഷമാണ്. ആ വർഷത്തിൽ പരമാവധി മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഉപദ്രവിക്കാതെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു വർഷമാണ്. താനേ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പരദേശികൾക്കും അനാഥരും വിധവകളുമായിട്ടുള്ളവരെ സ്നേഹിക്കുവാനും നമ്മുടെ പറമ്പിലെ ഫലങ്ങൾ കൊണ്ട് അവർക്കും ഉപജീവനം കഴിക്കുവാനുമുള്ള ഒരു വിധേയത്വം നാം കാണിക്കേണ്ട വർഷമാണിത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു വർഷാചരണം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു സമീപനമായിട്ടാണ് വചനം ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വിഭാവനം ചെയ്യുന്ന വചനത്തിൻ്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നാം കൊടുക്കുന്നൊരു സമർപ്പണത്തിൻ്റെ ആഴത്തിലാണ് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ചു.